ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ. ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇതേപോലത്തെ റോബസ്റ്റ പഴം നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നുവെങ്കിൽ ഈവനിങ് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുത്താലോ? അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ഒരു 3-4 ആളിൻ്റെ എണ്ണ അനുസരിച്ച് നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഇതേപോലെ തൊലിയെല്ലാം പൊഴിച്ച് ഒരു മിക്സി ജാറിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 കപ്പ് ഗോതമ്പ് മാവ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം മധുരത്തിന് 1 കപ്പ് നാട്ടു ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ഫ്ലേവറിന് ഒരു 3 ഏലക്ക കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു കപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അടിച്ചെടുത്തേക്കാം കേട്ടോ. അപ്പോൾ അടിച്ചെടുത്ത മിക്സിനെ നമുക്കൊരു പാത്രത്തിൽ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഒന്ന് സ്റ്റൗ ഓൺ ചെയ്ത് കുഴിയപ്പം എല്ലാം ഉണ്ടാക്കുന്ന ചട്ടി ഉണ്ടല്ലോ, അതൊന്നെടുത്ത് നമുക്ക് ചൂടാക്കാൻ വെക്കാം. ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി ഒതുക്കി വെച്ചിരിക്കുന്ന പഴവും മാവിൻ്റെ മിക്സിനെ ഒന്ന് നമുക്ക് കരണ്ടിക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കുഴിയപ്പ ചട്ടിയിൽ ഓയിലോ ബട്ടറോ ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായ ഉടനെ നമ്മളിത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മാവിൻ്റെ മിക്സിനെ ഓരോരോ സ്പൂണൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരേ അളവിൽ എല്ലാ കുഴികളിലും ഒരേ ലെവലിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് 2 സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാത്തിനും മറിച്ചിട്ടതിന് ശേഷം അങ്ങനെ അടച്ചു വെച്ച് വേവിക്കാം. അടുത്തൊരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോരോ പീസായിട്ട് എടുത്ത് നമ്മൾ ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇതേപോലെ ബാലൻസ് ഇരിക്കുന്ന മാവിനെ നമുക്ക് ചുട്ടെടുത്തേക്കാം. അങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഈവനിങ് ചായയുടെ കൂടെയും കഴിക്കാൻ പറ്റും, അല്ലാതെ വെറുതെയും കഴിക്കാൻ പറ്റും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഗോതമ്പിലാണ് ഉണ്ടാക്കി, ഇല്ല പഴം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നൊന്നും പറയത്തില്ല. അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.